ഇവിടുത്തെ ഹൈന്ദവന്റെ വ്യക്തിമുദ്ര തന്നെ ദുരഭിമാനമാണ്. ദുരഭിമാനികളാണ് എല്ലാവരും തന്നെ എന്ന് പറയേണ്ടി വരും. സാമ്പത്തികമായിട്ട് വളരെ പുറകിലാണ് ഹൈന്ദവ സമൂഹം. ഏകദേശം 60%, 65% സാമ്പത്തികമായിട്ട് വളരെ പല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. എന്നാലും ഇല്ല എന്നുള്ള ഭാവം കാണിക്കാതിരിക്കാൻ ഓരോരുത്തരും നോക്കൂ. പുറത്തൊത്തിരി ഉണ്ടെന്നുള്ള ഭാവന നടത്തും. അങ്ങനെയാണ് ഇവിടുത്തെ ഹൈന്ദവന്റെ ഒരു അവസ്ഥ. ഉണ്ടെങ്കിൽ വല്ല വസ്തുവും വിറ്റ് കാര്യം നടത്താമെന്ന് വിചാരിക്കും. ചെറിയ ആവശ്യങ്ങൾക്ക് പോലും വസ്തു വിൽക്കേണ്ടി വരുന്നു. അതെന്താ അങ്ങനെ സംഭവിക്കുന്നേ? അല്ല, അത് 10 പൈസ ഉണ്ടാക്കുകയില്ലേ? അയാളുടെ കൈമുതലില്ലേ? ആരോഗ്യമില്ലേ? ദൈവം കൊടുത്ത ആരോഗ്യമില്ലേ? കൈയും കാലും പ്രവർത്തിക്കുന്നില്ലേ? നാവ് പ്രവർത്തിക്കുന്നില്ലേ? എന്താ കുഴപ്പം? ഇതല്ലേ സമ്പത്ത്? ഇതുകൊണ്ട് പണമാക്കി മാറ്റുന്നത് പണമായി കൺവെർട്ട് ചെയ്യണം. നാവിൻ്റെ സംസാരിക്കാനുള്ള ശേഷിയും കൈകാലുടെ ചലിപ്പിക്കാനുള്ള ശേഷിയും ധനമായിട്ട് മാറ്റാൻ പഠിച്ചിട്ടില്ല ഇവിടുത്തെ ഹൈന്ദവൻ. അതാണ് കുഴപ്പം. അത് പഠിച്ചവർ ഈ നാട്ടിലുണ്ട്. ഏത് പ്രായത്തിലും ചെയ്യാവുന്ന അനേകം തൊഴിലുകൾ മനുഷ്യനുണ്ട്. പ്രായം അധികമൊന്നൊന്നില്ല, അത് അവനവൻ തന്നെ സൃഷ്ടിക്കുന്നതാണ്. 58 വയസ്സ് കഴിഞ്ഞു, അല്ലെ 60 വയസ്സ് കഴിഞ്ഞു, പെൻഷനായി എന്നുള്ള തോന്നൽ, ഇനി ഇപ്പം എനിക്ക് എന്നെ കൊണ്ടൊന്ന് കൊള്ളുകയെന്നുള്ള തോന്നൽ, അത് അവനെ കിലോട്ട് അകത്തേക്കാണല്ലോ. എല്ലാ രീതിയിലും അവനെ കൊണ്ടൊന്നും കഴിയില്ല. അവന് ദൈവം കൊടുത്ത, അതായത് പ്രകൃതി കൊടുത്ത ഒരു യോഗ്യതയും പ്രയോജനപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെ ചിന്തിക്കുന്നവന് പ്രായമൊന്നൊരവസ്ഥയില്ല. 90 വയസ്സുള്ളവരും നല്ല ആക്റ്റീവായിട്ടുള്ളവരെ എനിക്കറിയാം. അദ്ദേഹത്തിന് ആവശ്യമുള്ളതെല്ലാം അദ്ദേഹം സമ്പാദിക്കുന്നു. ഒരു കമ്പനിയിലെ ക്ലർക്കായിട്ടാണ് ജീവിതകാലം മുഴുവൻ ജോലി നോക്കിയിരുന്നത്. ഇപ്പം അദ്ദേഹം ചെയ്യുന്നത് ഈ ഫോമുകൾ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക. അത് പഠിച്ചിട്ടല്ല, അത് കഴിഞ്ഞ് ഇത് ആവശ്യം വന്നപ്പോൾ ആരുടെയൊക്കെ ഉണക്കെത്തുന്ന ഈ ഫോമുകളെല്ലാം, ഇന്ന് നമുക്ക് ആവശ്യമുള്ള ഫോമുകളെല്ലാം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക. അതിലൂടെ ഒരു ചെറിയ തുക കിട്ടിക്കൊണ്ടിരിക്കും. അത് കിട്ടിയ മാസം 14,000, 5,000 രൂപ കിട്ടും ഫോമുകൾ. ഇപ്പം അത് ഫോണിലൂടെ സാധിക്കാമെന്നുള്ളത് കൊണ്ട് അതും കൂടെ കുറച്ച് ശീലിച്ചിട്ടുണ്ട്. അപ്പം അതും ചെയ്യുന്നുണ്ട്. ചെറിയ കാര്യങ്ങൾക്ക് പോലും എല്ലാ കാര്യവും എല്ലാവർക്കും അറിയത്തില്ല. ഈ ഫോണിലൂടെ പണം അടയ്ക്കാനും ഇലക്ട്രിസിറ്റി ബോർഡോ അതുപോലുള്ള വാട്ടർ ബില്ലോ ഇതൊക്കെ അടയ്ക്കാനുള്ള അതൊക്കെ എല്ലാവർക്കും അറിയത്തില്ല. ഇതുപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട്. റെയിൽവേ ടിക്കറ്റ് ഒന്ന് ബുക്ക് ചെയ്യാനോ അവിടുത്തെ കാര്യങ്ങൾ അറിയാനും ഒക്കെ ഉപയോഗിക്കാം. ഇതിനൊക്കെ സഹായിക്കാൻ ഒരാളെ ബോർഡ് വെച്ചിരുന്നാൽ ഇതിനെല്ലാം പൈസ കിട്ടും. അങ്ങനെ ജീവിക്കാം, നന്നായിട്ട് ചെയ്യാം. ഒട്ടും ചെറിയ കാര്യങ്ങൾക്ക് മുന്നും വസ്തു വിൽക്കണം എന്നുള്ള വാശി മനസ്സിലുണ്ടാകാതിരിക്കുക. അത് ബലഹീനതയാണ്. ഹൈന്ദവന്റെ ഒരു പോരാളിയാണത്. സർക്കാരിൻ്റെ, നമ്മുടെ നാടിൻ്റെ ഒരു നിയമമുണ്ട്. ആ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് നാട്ടിൽ ഒരു മര്യാദയുണ്ട്. അതൊരിക്കലും ലംഘിക്കാതെ മനുഷ്യന് 1000 പണികൾ ഈ നാട്ടിൽ ചെയ്യാൻ പറ്റും. ദുരഭിമാനം ഉണ്ടാകാതിരുന്നാൽ മതി. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അവർക്ക് ബുദ്ധിമുട്ടില്ല. ഇതുപോലെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് 10 പൈസയെങ്കിലും ഉണ്ടാവാൻ ശ്രമിക്കുന്നവന് ആ സമയത്തിൽ ആ കാര്യം നടക്കും. പ്രകൃതി ഇടപെടുന്നെന്ന് എനിക്ക് തോന്നുന്നു, ഈശ്വരൻ ഇടപെടുന്നെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നും ചെയ്യാതെ ഇരിക്കുന്നവൻ ആ വസ്തു വിൽക്കേണ്ടി വരുന്നത്. പറ്റും, എന്തു പറ്റും? നാവനക്കാൻ പറ്റുമോ? അതുകൊണ്ട് കാശ് എന്തായാലും കിട്ടുമെന്ന് ശ്രമിച്ചാൽ മതി. ബാക്കി പ്രകൃതിയാണ് നോക്കുന്നത്. തിരിച്ച് അതിനുള്ള ഫലം പ്രകൃതിയാണ് നമുക്ക് തരുന്നത്, ഈശ്വരൻ തരും. ഇത് ഒന്ന് കണക്കിലെടുത്താണ് മനുഷ്യൻ ജീവിക്കേണ്ടത്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വസ്തു വിൽക്കുക, ഉള്ളത് കൊടുക്കുക, എന്നിട്ട് ബാക്കി മുഴുവൻ വിറ്റതാ, ബാക്കി അരയേക്കറേ ഉള്ളൂ, അത് പണയപ്പെടുത്തിയിട്ട് ഓരോ കാര്യങ്ങൾ നടത്തുന്നത്. അതിൻ്റെ ആവശ്യം എന്താ? എന്ത് ചെയ്തുകൂടാ? ദുരഭിമാനികളാ. പൂച്ചയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, പാല് കുടിക്കുന്നത്, പാല് കുടിക്കുമ്പോൾ കണ്ണടയ്ക്കുമെന്ന് ആരും കാണാതിരിക്കാൻ. കണ്ണടച്ചാൽ പൂച്ച പാല് കുടിക്കും. ഇതാണ് ഇവിടുത്തെ ഹൈന്ദവന്റെ അവസ്ഥ. അവൻ കാണിക്കുന്ന ഈ കൊള്ളുകയായി എല്ലാ മനുഷ്യനും അറിയാം. കാരണം ഇത് മനുഷ്യൻ ബുദ്ധിയുണ്ട് നല്ലപോലെ.
എല്ലാം ഒത്തിരി പരിണാമത്തിലൂടെ ഒത്തിരി കഴിവുകൾ സമ്പാദിച്ചു. ഒത്തിരി വിദ്യാഭ്യാസമൊന്നും വേണ്ട ഇതൊക്കെ മനസ്സിലാക്കാൻ. ഇങ്ങനല്ല വേണ്ടത്. ചെയ്യണം, തൻ്റെ അടുത്തോടെ ചെയ്യണം. ദുരഭിമാനം വേണ്ട. മീൻ കച്ചവടമാണെങ്കിൽ അത് ചെയ്യണം, പണം കിട്ടിയാൽ മതി, അതാണ് വേണ്ടത്. 15 ഏക്കർ ഉണ്ടായിരുന്ന ഒരു വലിയ ഫാമിലിയിലെ ഒരു മെമ്പർ ഇപ്പം വീതിച്ചെല്ലാം പോയി, അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. 3 ഏക്കറോറ്റം ഉണ്ട് കയ്യിലിപ്പം. അത് 3 ഏക്കർ പലയിടത്തായിട്ട് 2-3 കഷ്ണമായിട്ട് കിടക്കുന്നത്. കുഴപ്പമില്ല, അന്തസ്സായിട്ട് ജീവിക്കുന്നു. വലിയ പേരാണ് നാട്ടിലെ. കാര്യങ്ങൾക്കെല്ലാം സംഭാവന ചെയ്യും. അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇന്നത്തെ വലിയ പുള്ളിയാണ് നാട്ടുകാർ പറയും. പുള്ളിയെ കേട്ട് ആസ്വദിക്കും. ഇങ്ങനെ ഇരിക്കെ പുള്ളിയുടെ മകളുടെ കല്യാണം വന്നു. കെങ്കേമോട്ട് നടത്തി. നാട്ടിലുള്ള എല്ലാവരെയും വിളിച്ചു. വളരെ വലിയ വിപുലമായ കല്യാണം. അവിടെ വീട്ടിൽ തന്നെ ഒരു കൊട്ടിൽ പോലെ ഉണ്ടാക്കും, വലിയ ചെലവില്. ഭയങ്കര ആഡംബരം. അതെല്ലാം കഴിഞ്ഞു. നാട്ടുകാരെല്ലാം വന്നു. ഇതുപോലെ കല്യാണം ഞങ്ങൾ കൂടിയിട്ടില്ലെന്നു ജീവിതത്തിൽ. അതാണ് ഈ നാടിൻ്റെ ഒരു അഭിമാനമാണ്. ഇന്ന ചേട്ടൻ പേരും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പൊഴുതേര് പോയി. കല്യാണം കഴിഞ്ഞ ഒരു ഏതാണ്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോഴേ ബസ് ഓടുന്ന റോഡ് ഇറങ്ങി കിടന്ന ഒരു 3/4 ഏക്കർ സ്ഥലം വേറെ ആളവിടെ വന്ന് താമസമാക്കി. അങ്ങനെ ഒരു ചോദിച്ചാൽ ഞാനിത് മേടിച്ചതാ. എങ്ങനെയുണ്ട്? ഈ ആഡംബരം കാണിക്കാൻ 3/4 ഏക്കർ സ്ഥലം മെയിൻ റോഡ് ഇറമ്പിൽ വിറ്റു, ബസ് ഓടുന്ന റോഡ് ഇറമ്പിൽ. എങ്ങനെയുണ്ട് ദുരഭിമാനം? ഈ ദുരഭിമാനം വിട്ട് എന്തെങ്കിലും ഒരു തൊഴിൽ, കപ്പലിൻ്റെ വാങ്ങിച്ച്, അതായത് ചെറിയ കപ്പലിൻ്റെ വാങ്ങിച്ച് വറുത്ത് വിറ്റാൽ പോലും ജീവിക്കാൻ വരുമാനം കിട്ടുമെങ്കിൽ അത് ചെയ്യണം. അല്പം ഉണക്കമീൻ വാങ്ങിച്ചു വെച്ച് വീക്കാൻ കഴിഞ്ഞാൽ അത് ചെയ്യണം. ദുരഭിമാനം വേണ്ട. അങ്ങനെ കാലത്ത് അതുകൊണ്ടാണ് എല്ലാം നശിച്ചുപോയി. ഹൈന്ദവൻ്റെ എല്ലാം നശിച്ചുപോയി. എത്രയോ കുറവായിപ്പം, എത്രയോ പരിമിതമായ സ്വത്തുക്കളെ ഉള്ളൂ, വസ്തുക്കളെ ഉള്ളൂ. ഈ ദുരഭിമാനമാണ് അതിന് കാരണം. ഇതിപ്പോഴും വിടുന്നില്ല. ഈ അടുത്ത കാലത്ത് നടന്ന കാര്യമാണ് ഞാനീ പറഞ്ഞത്, കല്യാണം നടത്തിയ കാര്യം. ഇതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ട്. ഇതൊന്ന് ദയവായിട്ടൊന്ന് മുന്നേറണം. ഈ കാര്യം ഒന്ന് വിടണം. ദുരഭിമാനം വേണ്ട. എന്ത് തൊഴിലും ചെയ്യാൻ തയ്യാറാവണം. ഇന്ന തൊഴിലൊന്നില്ല, എന്ത് തൊഴിലും ചെയ്യണം. നിയമത്തെ അനുസരിക്കണം, രാജ്യത്തിൻ്റെ നിയമത്തെ അനുസരിക്കണം. നാട്ടിലെ ഒരു മര്യാദയുണ്ട്, ഒരു സാമൂഹ്യ മര്യാദയുണ്ട്, അതനുസരിക്കണം. ഇത് രണ്ടേ അനുസരിക്കേണ്ട കാര്യമുള്ളൂ. ഒരു അഭിമാനവും ഇല്ല മനുഷ്യന് പണമില്ലെങ്കിൽ അഭിമാനമൊക്കെ അങ്ങ് പോവും. അഭിമാനത്തിനൊന്നും വിലയില്ലെന്ന് വരും. ഈ അഭിമാനവും വെച്ചിരുന്നാൽ ജീവിതം നന്നായിട്ട് മുന്നോട്ട് പോവുകയില്ല. ജീവിതം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്യാൻ ശ്രമിക്കുന്ന, ഏത് പ്രായത്തിൽ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളിനെ സമയമാകുമ്പം അത് ഈശ്വരൻ കയറി ഇടപെടുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാര്യം ടിപ്പായിട്ട് നടക്കും. വലിയ കഷ്ടനഷ്ടങ്ങളൊന്നും ഉണ്ടാകത്തുമില്ല. എന്നാൽ എന്ത് തൊഴിൽ ചെയ്താലും അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ പേടിച്ചാൽ ഒളിക്കാനും കാടില്ലെന്നൊരു പഴമൊഴി കേട്ടിട്ടുണ്ട്. ജീവിതമേ പ്രശ്നങ്ങളാണ്. ജനിക്കുമ്പോൾ തുടങ്ങുന്ന കുഴപ്പങ്ങളാണ്. ജനിച്ചു കഴിഞ്ഞാൽ അന്നേരം ഇഞ്ചക്ഷൻ്റെ വേദന, ആദ്യത്തോടെ കൊടുക്കുന്ന ഇഞ്ചക്ഷൻ്റെ വേദനകളുണ്ട്. അത് തുടങ്ങുന്ന പ്രശ്നങ്ങൾ ജീവിതം മുഴുവൻ തുടരുന്നു. ഓരോ രീതിക്ക് ഒന്നല്ലേ മറ്റൊന്ന് വന്നു തീരും. ആകെ അനുഭവിച്ചേ തീരൂ എന്നുള്ളത് കൊണ്ട് അതും നോക്കിയിരിക്കാതെ മറ്റൊരാൾ എന്തേലും പറയും എന്നൊന്നും ചിന്തിക്കാതെ ഇവിടുത്തെ ഹൈന്ദവൻ മുന്നേറേണ്ട കാലം കഴിഞ്ഞു. ഇതൊക്കെ ഇപ്പോഴും തിരിഞ്ഞവരുണ്ട് കുറേ പേര്. അതൊരു വലിയ കാര്യമാണ്. കുറേ പേർക്കത് മനസ്സിലായിട്ടുണ്ട്. എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായി വരുന്ന ആൾക്കാർ ധാരാളമുണ്ട്. പൈസ വേണം, അത്രയാണ് ആവശ്യം. പൈസ ഇല്ലാതെ ഇവിടെ ഒന്നും നടക്കുകയില്ല. പണമില്ലെങ്കിൽ തീരെ കൊള്ളുകയില്ലാത്തതായിട്ട് മുദ്ര കുത്തും. അത് നിശ്ചയമായിട്ട് ഇവിടുത്തെ ഹൈന്ദവൻ അറിയണം. ഇതൊരു ഓർമ്മ മാത്രമാണ്. ഞാൻ പലരിൽ നിന്ന് കണ്ട് പഠിച്ച കാര്യങ്ങൾ, മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. എല്ലാ തലങ്ങളിലുള്ള ആൾക്കാരുമായിട്ട് എനിക്ക് ബന്ധമുള്ളതുകൊണ്ട് ഞാൻ അവരെയൊക്കെ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ വെച്ചുകൊണ്ട് ഒരു കാര്യമാണിത് പറഞ്ഞത്. ദയവായിട്ട് ഇത് സ്വീകരിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്.